അരവിന്ദ് കെജ്രിവാളിനെ പുറത്തുവിട്ട് വിചാരണ കോടതി. ഓടിപ്പിടിച്ച് ഇ ഡി വീണ്ടും ഹൈക്കോടതിയിലെത്തി അതിന് താൽക്കാലിക സ്റ്റേ വാങ്ങി. 25-ന് അന്തിമ വിധി പറയുന്നതുവരെ ഇനിയും തീഹാർ ജയിലിൽ കഴിയണം ഡൽഹിയുടെ മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ശൈലി മാറ്റം അടിമുടി കോശങ്ങളെയും DNA-യെയും ഒക്കെ ബാധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അത് മാറ്റുക അത്ര എളുപ്പമല്ല. അങ്ങനെ മാറ്റാതിരിക്കുമ്പോൾ തന്നെയായിരിക്കും ഇത് ആത്യന്തികമായി പതനം സംഭവിക്കുന്നതും. കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലെ വിചാരണ കോടതി വളരെ കടുത്ത നിരീക്ഷണങ്ങളുമായി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. ഇ ഡി അപ്പോഴും പല കാര്യങ്ങളുമൊക്കെ പറഞ്ഞു. അതങ്ങനെയാണ്, അതിൻ്റെ രേഖ കിട്ടാനുണ്ട്, അതിൻ്റെ തെളിവുകളുണ്ട്. കോടതി വ്യക്തമായി ചോദിച്ചു, ഇനി എന്താണ് നിങ്ങൾക്ക് അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യത്തിനായി മുന്നോട്ട് വെക്കാനുള്ളത്? ഒന്നും വെക്കാനുണ്ടായിരുന്നില്ല ഇ ഡിക്ക്. ഒടുവിൽ വളരെ ഗൗരവമായി കോടതി നിരീക്ഷണം നടത്തി. നിങ്ങൾ തികച്ചും പക്ഷാപാതിത്വപരമായാണ് കെജ്രിവാളിനോട് പെരുമാറുന്നത്. നിങ്ങളൊരു തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയോടും നീതിപീഠങ്ങളോടും ഇത്തരത്തിലുള്ള സംഗതികൾ സ്വീകരിക്കരുതെന്ന് ഉറക്കെ പറഞ്ഞാണ് ജാമ്യം അനുവദിച്ചത്. 1 ലക്ഷം രൂപയുടെ മറ്റോ തുക ജാമ്യത്തുകയായി സ്വീകരിച്ചുകൊണ്ടാണ് ജാമ്യം അനുവദിച്ചത്. സുനിത കെജ്രിവാൾ എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ പോയി ജാമ്യമെടുക്കാൻ തയ്യാറായതുമാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി അദ്ദേഹം പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ ഇന്ന് രാവിലെ പൊടുന്നനെ ഈ ജാമ്യം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയെ ഇ ഡി സമീപിക്കുകയായിരുന്നു. എന്നിട്ട് ഗോവയിൽ ഇടപാടുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ രേഖകൾ അത് എടുത്തുകൊണ്ടുവന്ന് അരവിന്ദ് കെജ്രിവാളിനെ വീണ്ടും ചോദ്യം ചെയ്യണമെന്നും അതിന് അവസരം തരണമെന്നും ആവശ്യപ്പെട്ടാണ് സ്റ്റേ ചോദിച്ചത്. ഏതായാലും കോടതി സ്റ്റേ അനുവദിച്ചു. വിചിത്രമായ കാര്യങ്ങളാണിതൊക്കെ. മുഖ്യമന്ത്രിയാണ് സംസ്ഥാനത്തിൻ്റെ. ഒടുവിൽ 25-ന് കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇറങ്ങും എന്ന് പറഞ്ഞ കെജ്രിവാൾ വീണ്ടും തീഹാർ ജയിലിൽ തുടരുന്നു.